പിന്നെ അതിൻ്റെ ബാക്കിൽ വേറെ ഓഫുണ്ട്. ഇത് ഫുള്ളായിട്ട് നമ്മൾ ഇവിടെ വെച്ചിട്ടിരിക്കുകയാണ്. പിന്നെ വേറെ ഇനി ഇവിടെ ഒരു സോളിനോയിഡിൻ്റെ ഇലക്ട്രിക്കൽ കണക്ഷനാണുള്ളത്. സ്ലോ സ്പീഡിൻ്റെ സാധനം. അതിനെയും കൂടി ഈ ടാബിൽ അമർത്തി പിടിച്ചിട്ട് ഈ കാണുന്ന പ്ലാസ്റ്റിക്കില്ലേ അതിൽ അമർത്തി പിടിക്കുക. പിന്നെ ഇവിടെ ഒരു കണക്ഷനുണ്ട്. അതും കൂടി ഇവിടെ നിന്ന് പിടിക്കുക. അത് ഹാർഡായിട്ടിരിക്കുകയാണല്ലോ. ഇവിടെ നിന്ന് തന്നെ പിടിച്ചേക്കാം. ഭയങ്കര ഹാർഡാണ്. നമ്മൾ തെക്കി കൊടുത്താൽ മതി. ഓക്കെ, സ്റ്റാർട്ട് പോയി. ഇനിയിപ്പോൾ വേറെ എന്താ കണക്ഷൻ? ഇപ്പോൾ വേറെ ഒന്നും കാണുന്നില്ല കേട്ടോ. നമുക്ക് എടുത്തേക്കാം. അപ്പോൾ അതൊക്കെ തട്ടി കൊടുക്കേണ്ടി വരും ഇവിടെ. സമയമെടുക്കും. അതായിരിക്കും മിക്കവാറും അതിൻ്റെ ആ ഗാസ്കറ്റ്, ഇതിനടിയിലൊരു ഗാസ്കറ്റ് ഉണ്ട്, അതുകൂടി മാറേണ്ടി വരും. എനിക്കൊന്ന് പശയൊക്കെ ഇട്ട് വെച്ചിരിക്കാൻ തോന്നുന്നു. കുറച്ച് സമയം എടുക്കും. കുറച്ചടി ഇടിക്കുകയും പിടിക്കുകയും ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു ചുറ്റുകൊണ്ടൊന്നും അടിച്ചേക്കരുത്. ഈ ഇരിക്കുന്ന കൂടുമല്ലേ, ഇത് 2 കിലോയുടെ കൂടുക. ഇതിൻ്റെ മൂട് കൊണ്ടൊക്കെ ഞാൻ കുറേ കട്ട് ചെയ്ത് നോക്കി. ഇത് കണ്ടോ, പാടൊക്കെ ഉണ്ടോ, തിക്കി നോക്കിയതിൻ്റെ. എന്നിട്ടും നമ്മുടെ കാർബറേറ്റർ അനങ്ങില്ല കേട്ടോ. എൻ്റെ കാര്യം എന്ന് വെച്ചാലേ, കഴിഞ്ഞാണ് ഞാൻ ഇത് ഊരിയിട്ട് ഇതിനടിയിലായിട്ട് 2 ഗാസ്കറ്റ് ഉണ്ട്. ഒരു ഗ്രീൻ കളർ കിടക്കുന്നുണ്ട്. അതിന് മുകളിൽ വേറൊരു പ്ലാസ്റ്റിക്കിൻ്റെ പോലത്തെ ഒരു മെറ്റീരിയൽ കൊണ്ടുള്ളൊരു ഗാസ്കറ്റും ഉണ്ട്. അപ്പോൾ അതൊക്കെ പശയൊക്കെ തേച്ചേ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ലീക്ക് ഇല്ലാത്ത രീതിയിലേ, ഇലേക്ക് പോലും അല്ലേ ഇരിക്കുന്നത്. ചെറിയ ലീക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിന് മൈലേജൊന്നും കിട്ടത്തില്ല. അപ്പോൾ അത് കാരണം നല്ലപോലെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ഒരു സംഭവം കൊണ്ട് അനങ്ങില്ല കേട്ടോ. വേണേ അനക്കാം, തടിയൊക്കെ വെച്ചിട്ട്, തടിയുടെ കട്ടയൊക്കെ വെച്ചിട്ട് സൈഡിൽ നിന്നൊക്കെ അടിക്കേണ്ടി വരും. അപ്പോൾ അടിക്കാതെ തന്നെ അവിടെ അത്ര ഫുള്ളായിട്ട് എടുക്കാതെ തന്നെ ഇവിടെ വെച്ച് തന്നെ ചെയ്യുന്ന കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നി കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ കാർബറേറ്റർ ഇങ്ങോട്ട് അഴിച്ച് മാറ്റി വെച്ച്. സൈഡിൽ ഒക്കെ ചെറുതായിട്ട് വെടിയിച്ചിട്ടുണ്ട്. ഇതുണ്ടല്ലോ, ഇതൊക്കെ പിടിച്ചു.
എന്തോ വാക്കം സംഭവം. അപ്പോൾ ഇതിനകത്ത് ഈ ജെറ്റ് അടഞ്ഞിരിക്കുന്നതായിരിക്കും ഇതിൻ്റെ പ്രധാന കാരണം. ഇവിടെ കാർബറേറ്ററൊക്കെ ഫുള്ളായിട്ട് അഴിക്കുന്നവർ ശ്രദ്ധിച്ചോണം. ഇതിനകത്തൊരു ബോളും ഉണ്ട്, ഇതൊരു പിന്നും ഉണ്ട് കേട്ടോ. ഇത് റിട്ടേൺ സ്ഥലത്തേക്കുള്ള കൺട്രോളിങ് ആണെന്ന് തോന്നുന്നില്ല. അപ്പോൾ കാർബറേറ്റർ എടുക്കുമ്പോൾ അത് ചാടിപ്പോകും, നമ്മൾ കാണത്തില്ല. ഇത് കണ്ടിട്ട് തുരുമ്പിൻ്റെ അംശമൊക്കെ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ 2 ജെറ്റ് അഴിച്ച് ക്ലീൻ ചെയ്യാം. ഇതിനകത്തൊക്കെ കുറേ പൊടിയൊക്കെ കിടപ്പുണ്ട്. എവിടെ നിന്നാണ് പൊടിയൊക്കെ വരുന്നത്? ഫിൽറ്ററൊക്കെ പുതിയതാണല്ലോ. അതിന് മുകളിൽ ഇപ്പോൾ അഴിച്ചതിൻ്റെ മുകളിൽ ഇത് ഈ ഗാസ്കറ്റ് ഇങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ. ഈ ഗാസ്കറ്റ് ഞാൻ പതുക്കെ എടുത്ത് മാറ്റിയതാണ്. ശരി, ഇത് കിട്ടുകയൊക്കെ ചെയ്യും. ഞാൻ ഒന്ന് അന്വേഷിച്ചപ്പോൾ കിട്ടിയില്ലായിരുന്നു. പിന്നെ തപ്പയാണെന്നാൽ കിട്ടും. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവമില്ലേ, ഇവിടുന്ന് ജെറ്റിൽ നിന്ന് പെട്രോൾ എടുത്തിട്ട് ഈ ഒരു ചാനൽ കണ്ടോ, ഈ ഒരു ചാനൽ വഴിയാണ് ഇങ്ങോട്ട് പമ്പ് ചെയ്യുന്നത്. അതേ ഞാൻ പറഞ്ഞു അവിടെ പെട്രോൾ ചാടുന്ന കാണുന്നില്ല. മിക്കവാറും ഇതായിരിക്കും അടഞ്ഞിരിക്കുന്നത്. എടുത്തു നോക്കാം. ടോർച്ച് ഓഫ് ആക്കേണ്ടി വരും. കഴിഞ്ഞു. ജെറ്റ് അഴിച്ച് മാറ്റിയപ്പോൾ കണ്ടോ, ഇവിടെ പെട്രോൾ വരും. ശ്രദ്ധിച്ചോ? കണ്ടോ പെട്രോൾ പൊങ്ങുന്ന കണ്ടോ? ജെറ്റ് അഴിച്ച് മാറ്റിയപ്പോൾ സംഭവം വർക്ക് ചെയ്തു കേട്ടോ. പെട്രോൾ ഇതുവഴി വന്നിട്ട് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ പിന്നും ബോളും കൊണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതുവഴി വന്നിട്ട് ഇതിനകത്തോടി വന്ന് ഇവിടെ ചാടുകയാണ് വേണ്ടത്. ഇത് ഈ കാണുന്ന കുഴലിൽ കൂടി ചാടും ഇതിനകത്തോടി. ഇപ്പോൾ ഇവിടെ വരെ വന്നിട്ടുണ്ട്. ഈ ജെറ്റ് അടഞ്ഞിരിക്കുന്ന പ്രശ്നം. ഇതിനകത്ത് മുഴുവൻ തുരുമ്പാ കേട്ടോ, ഒരു രക്ഷയില്ല, മുഴുവൻ തുരുമ്പാ.